സോ അങ്ങനെ ഷാർപ്പ് 12 മണിയായപ്പോൾ ഞങ്ങള് ചിറ്റാർ എന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇവിടുത്തെ നിലയ്ക്കൽ ഹണി ഗാർഡൻ, ഹണി മ്യൂസിയം ഒരു പുതിയ സംരംഭമാണ്. നമ്മുടെ പ്രിയ സുഹൃത്ത് അനൂപ്, ഞാൻ സ്ഥിരമായിട്ട് തേൻ പ്രോഡക്ട്സ് ഒക്കെ ഇവിടുന്ന് വാങ്ങിക്കുന്നതാണ്. വിശ്വഭാരതി വണ്ടി, ഹണി ബി ഡിസ്കവറി സെന്റർ. സോ ദിസ് ഈസ് നിലയ്ക്കൽ ബി ഗാർഡൻ. തേൻ്റെ വിവിധ ഉൽപ്പന്നങ്ങൾ. നല്ല വെയിലാണ്, 12 മണി സമയത്താണ്. ആലോ അകത്തോട്ട് പോവുകയാണ്. ബ്രാൻഡാണ്. അപ്പൊ അതിന് ഫസ്റ്റ് നമ്മൾ ഹണി പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ട് ഹണി ആദ്യം ഇവിടെ ഒഴിക്കുന്നു. ഇതിന്റെ പ്രോസസ്സിംഗ് ഒക്കെ നടന്നതിന് ശേഷം സെക്കൻഡ് ടാങ്കിലേക്ക് വരുന്നു. ഇവിടെ ഒരു 14 കനത്തിലാണ് തേന് അടുത്ത സെക്ഷനിലേക്ക് ചെല്ലുന്നത്. ഇവിടെ അതിന്റെ പ്രോസസ്സിംഗ് കഴിഞ്ഞ് ഇവിടെ ഈ ക്യാനിൽ വരുന്നതാണ് നമ്മൾ ബോട്ടിലുകളിലേക്ക് ആക്കാനുള്ള തേൻ. അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ബോക്സിൽ, ഈ ടാങ്കിൽ എത്തിപ്പെടുന്നത്. ഓക്കെ, ഈ ടാങ്കിൽ നിന്ന് നമ്മൾ പിന്നെ പോകുന്നത് ആ ടാങ്കിലേക്കാണ്. ഈ സെക്ഷനിലേക്കാണ് വീണ്ടും പോകുന്നത്. ഇതിനകത്ത് വന്ന തേന് പാക്കിങ്ങിലേക്ക് പോകുന്നത് ഈ സെക്ഷനിലാണ്. ഇവിടെ വന്ന് നമ്മൾ ബോട്ടിൽ വെച്ച് കൊടുക്കുന്നു. ബോട്ടിൽ ഇവിടെ ഫില്ലാവുന്നു. അവിടുന്ന് ഇവിടെ വരുന്നു. ഇവിടെ വന്ന് നമ്മളിത് സീൽ ചെയ്തിട്ട് പ്രോസസ്സിങ്ങിലൂടെ എടുക്കുന്നു. അവിടെ നമ്മൾ കളക്ട് ചെയ്ത് കവറിൽ പാക്ക് ചെയ്യും. വലിയ ഫാം തന്നെയുണ്ട്. ഡെയിലി എടുക്കുന്നില്ല, കൊണ്ടുവരുന്ന സമയത്ത് വർക്ക് കഴിഞ്ഞിട്ട് എടുക്കുന്നു. പ്രോസസ്സിങ് ചെയ്യുന്ന ഒരു ദിവസം എടുത്ത് പ്രോസസ് ചെയ്യുന്ന ഇതിന്റെ ഔട്ട്ലെറ്റ് വിൽക്കുന്ന കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ് നമുക്ക് ഓൺലൈനും ഓഫ്ലൈനും കസ്റ്റമേഴ്സ് ഉണ്ട്. ഉണ്ട്. നമുക്ക് കേരളത്തിനകത്ത് ചെയ്യുന്നത് കുറച്ച് 15 ബോട്ടിൽസ് മതി. ഇത് ചെറുതാനാണോ വൻതേനോ? അത് വിസ്കോസിറ്റി ആണ്. ലിക്വിഡിന്റെ വിസ്കോസിറ്റി പഠിപ്പിക്കാനൊക്കെ ഇത് ഉപയോഗിക്കുമ്പോൾ ഇവിടുത്തെ വൻതേനാണ്. ഓ വാട്ട് ഐ ഫീൽ ഉണ്ടോ നോക്കിയ തേൻ എഴുതിയിരുന്നോ? തേനും പാലും ഒഴുകുന്ന നാടെന്നൊക്കെയാണ് ഭാരതദേശത്തെ പറ്റിയൊക്കെ പറയുന്നത്. തേനും പാലുമാണ് ജീവിതത്തിന്റെ സൗന്ദര്യവും ആരോഗ്യവും മധുരവും ഒക്കെ നൽകുന്നത്. ജീവിതത്തിൽ തേൻ അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എല്ലാവർക്കും. തേനെ പറ്റി എന്തെങ്കിലും പറയാറുണ്ടോ? തേൻ എല്ലാ രീതിയിലും നല്ലതാണ്. വാല്യബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ബ്യൂട്ടിക്ക് നല്ലതാണ്, ഹെൽത്തിന് നല്ലതാണ്. സോ എന്താ പറഞ്ഞ, വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സാധനം തന്നെ. തീർച്ചയായിട്ടും നമുക്കിവിടെ തുളസി പെപ്പർ ഹണി എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡക്റ്റ് നമുക്കുണ്ട്. ഹണിയാണ് പ്രൊഡക്റ്റ് ആണ്. അത് കഴിക്കുന്നത് കഫക്കെട്ടൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കഫവും ചുമയൊക്കെ ഉള്ളവർക്ക് അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുവാണെങ്കിൽ ചില മഞ്ഞൾപ്പൊടി ഉപയോഗിച്ച് അത് രാവിലെ മോർണിംഗിൽ നമ്മൾ കഴിക്കുവാണെങ്കിൽ സൂപ്പറാണ്. ഫീഡ്ബാക്ക് കിട്ടാറുണ്ട്. നല്ല പ്രൊഡക്റ്റ് ആണെന്നുള്ള രീതിയിൽ. പിന്നെ ഈ വെളുപ്പിനെ വെറും വയറ്റി തേൻ നെല്ലിക്ക എന്തോ നാരങ്ങായി മിക്സ് ചെയ്ത് കഴിക്കണം എന്നൊക്കെ പറയുന്നത്, അതിനെ പറ്റി അറിയാമോ? അതിനെ കുറിച്ച് എനിക്കറിയില്ല. ഇഞ്ചി തേനൊക്കെ നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ഗ്യാസ് പ്രോബ്ലംസ് ഒക്കെ ഒഴിവാകും. രാവിലെ കഴിക്കുന്നത് നല്ലതാണ്.
ഈ ശുദ്ധമായ തേനും അൺഎക്സ്പയർഡ് തേനും തമ്മിൽ കണ്ടുപിടിക്കാൻ ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് വെള്ളത്തിലെടുത്തുള്ള പൊങ്ങി കിടക്കാം. നമുക്ക് എന്താ പറയുക, ശുദ്ധമായ തേനാണ് നമ്മൾ വാട്ടറിൽ ഒഴിക്കുമ്പോൾ താഴെ പോയി കിടക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ എന്താ പറയുക, വിപണിയിലൊക്കെ അതിനെ മായം ചേർത്തുകൊണ്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നും പറയുന്നു. നമ്മുടെ ഇവിടുത്തെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പോകുന്നു, വേറെ കെമിക്കൽ വല്ലതും ചേർത്ത് താഴെ പോയി കിടക്കും. അങ്ങനെ പറയുന്നുണ്ട്. ഓ മൈ ഗോഡ്. അപ്പൊ നമ്മുടെയും നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ അത്രമാത്രം നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് ഞങ്ങളുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതാണ്. തേൻ നെല്ലിക്കായും ചെറുതേനും എനിക്ക് അനൂപ് എത്തിക്കുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ പ്യുവർ തേനാണെങ്കിൽ അത് വാട്ടറിൽ താഴ്ന്ന് കിടക്കുമെന്നാണ് പറയുന്നത്. പിന്നെ കത്തിക്കുന്ന ഏതാണല്ലോ, കത്തിച്ചാൽ ഇങ്ങനെ യൂട്യൂബ് തുറന്നാൽ 500 സംഭവമുണ്ട്. അതൊക്കെ ശരിയാണോ അറിയത്തില്ല. എത്ര വർഷമായിട്ട് ഞാനിപ്പോ ജസ്റ്റ് ഇവിടെ വന്നതേ ഉള്ളൂ. സാറ് നമുക്ക് വേണ്ട ട്രെയിനിങ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ചിൽഡ്രൻസ് പാർക്ക് ഒക്കെ ഉണ്ട്. ഇങ്ങനെ സ്ഥിരമായിട്ട് ഇതിപ്പോ നിങ്ങൾ ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരാഴ്ചയായതേ ഉള്ളൂ അല്ലേ? ഇത് പുതുക്കി 22-ാം തീയതി അപ്പൊ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയോ? ഇങ്ങനെ വിസിറ്റേഴ്സ് ഫാമിലിയൊക്കെ ഫാമിലി ഈവനിങ് ടൈമിലെ കുട്ടികളെ കൊണ്ട് എല്ലാവരും വരുന്നുണ്ട്. നല്ലതാണ്. ഇങ്ങനെ ഒരു വ്യൂ പോയിന്റ് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും നോക്കിയേ, സഖിപർവ്വതം അല്ലേ, വെസ്റ്റേൺ ഗാർഡ്സ് അല്ലേ അത്? ആണോ? മാമലകൾക്കപ്പുറത്ത് നമ്മളുടെ മലയാളം എന്നൊരു നാടാണ്. അതുകൊണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ നല്ലതാണ്. ഞങ്ങൾ വന്ന സമയം അല്പം ഓടായിപ്പോയി, ഉച്ചയ്ക്ക് 12 മണി സമയമാണ്. എന്നാലും ഇത്രയും മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ നല്ല ഫ്രഷ് എയറും ഒക്കെ ശ്വസിച്ച് കുറച്ച് തേനൊക്കെ കഴിച്ച് വരുന്നത് നല്ല ഒരു കാര്യമാണ്. തിരുവല്ലയിൽ നിന്നൊക്കെ ആൾക്കാർ വരാം. തിരുവല്ലയിൽ നിന്ന് 54 കിലോമീറ്ററാണ് ഞങ്ങളുടെ കുറ്റപ്പുഴ വീട്ടിൽ നിന്നും 54 കിലോമീറ്റേഴ്സ് ടു ദിസ് പ്ലേസ്. അവിടൊക്കെയാണോ തേനീച്ച കൂടുകളൊക്കെ അവിടെയൊക്കെയാണോ വെച്ചേക്കുന്നത്? അവിടെ തേനീച്ച ഇതൊക്കെ തുടങ്ങി. അതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ, ഫോറസ്റ്റ് ഏരിയ ആണോ, എന്തോ മുകളിലോട്ടൊക്കെയോ? എനിക്ക് പേടിയില്ല. ആടിക്കൊണ്ടിരിക്കുക. ഊഞ്ഞാലിന്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണ്. ഊഞ്ഞാലി 1-2 പേർക്ക് ഇരിക്കാനൊക്കെ 5-8 പേർക്ക് ഒരുമിച്ചിരുന്ന് ആടാനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. കൊള്ളാല്ലേ? മതിയുടെ ഒത്തിരി സ്പീഡ് പോലെ ഓ വേണ്ട, ഇതിനകത്ത് ഇരുന്നോണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഈ ഫിസിക്സിലെ ഈ മെക്കാനിക്കൽ ഡിവൈസസ് ഒക്കെ മൂവ് ചെയ്യണമെങ്കിൽ ഔട്ട്സൈഡ് ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ അകത്ത് ഫ്യൂവല് നിറച്ച് ഫ്യൂവലിന്റെ ഫോഴ്സ് ഡ്രൈവ് ചെയ്യണം. ഇതൊരു സ്പെഷ്യൽ മെക്കാനിക്കൽ ഡിവൈസ് ആണ്. നമ്മൾ അകത്തുനിന്ന് തന്നെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അത് എത്ര പേര് ശ്രദ്ധിച്ചെന്ന് എനിക്കറിയത്തില്ല. ഈ ഊഞ്ഞാലെന്നൊക്കെ പറയുന്നത് അത് തന്നെയാണ്. പുറത്തേന്ന് തള്ളിയാലും സ്പീഡ് കൂടും. നമ്മുടെ ഒരു സിനിമയ്ക്കകത്ത് ക്യാപ്റ്റൻ രാജു
ഒരു CIDയുടെ കാറ് ഇതിനകത്ത് എന്തിനാ എടുത്തിട്ടേക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് ഇതിനകത്ത് നിന്ന് തന്നെ തള്ളാം, വണ്ടി തള്ളാൻ ഒരു തെണ്ടിയുടെ ആവശ്യമില്ലെന്ന് പറയുന്ന പോലെയാണ് ആ ഒരു അതേ ഫിസിക്സിന്റെ പ്രിൻസിപ്പിൾ ആയത്. ആട്ടവും പാട്ടും. ഇടുക്കിയും വയനാടും കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും അധികം ഫോറസ്റ്റ് ഡെൻസിറ്റി ഉള്ള ജില്ല പത്തനംതിട്ട ജില്ലയാണ്. വളരെ ഭംഗിയായ കാനന സൗന്ദര്യമുള്ള ഒരു ജില്ലയാണ്. അത് നമുക്ക് പലപ്പോഴും വിശ്വസിക്കാനൊക്കത്തില്ല. കാരണം തിരുവല്ലയിലൊക്കെ താമസിക്കുന്ന നമുക്ക് കാടൊന്നും കാണാൻ പോലും ഇല്ല. പക്ഷെ ഇങ്ങനത്തെ ഈ പത്തനംതിട്ടയുടെ റാന്നി, വടശ്ശേരിക്കര, ഗവിയൊക്കെ പത്തനംതിട്ട ജില്ലയിലാണ്. അതുകൊണ്ട് നല്ല ഫോറസ്റ്റ് കവർ ഉള്ള ഒരു ഡിസ്ട്രിക്റ്റുമാണ് പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത്. പണ്ട് ജഗതി അവതരിപ്പിച്ച കഥാപാത്രം പറയുന്നത് ഈ ഫോറസ്റ്റ് മൊത്തം കാടാണല്ലോ എന്ന് പറയുന്ന പോലെ വേണ്ട, ഈ ഫോറസ്റ്റ് മൊത്തം കാടാണ്. ഇവിടെ ഫോറസ്റ്റിന്റെ ഒരു ഏരിയ ഉണ്ട്. ഫോറസ്റ്റ് മുഴുവനും കാടാന്ന് പറയുന്നത് ഏത് സിനിമയിലെ ഡയലോഗാ പറഞ്ഞേ? അമ്മച്ചി നേപ്പാളിയാണല്ലോ വരപ്പാളിയാണ് യോദ്ധ എന്ന് പറയുന്ന സിനിമയിലെ ഡയലോഗാണ് ഈ ഫോറസ്റ്റ് മുഴുവനും കാടാണെന്ന്. സാറ് വന്നാലേ ഞൊടിയൻ തേനീച്ചയാണിത്. ഞൊടിയൻ തേനീച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ വൻതേൻ, ഇവിടെ ഉള്ള വൻതേൻ. വലിയത് ഈ ചെറുതേൻ വൻതേൻ എന്നൊക്കെ പറയുന്നത് തേനീച്ചയുടെ സൈസ് വെച്ചല്ലേ? ചെറുതെന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയ കുഞ്ഞു ഈച്ചയാണ്. നമ്മുടെ ഇവിടെ ഉള്ളത് വൻതേൻ, ഞൊടിയൻ തേനീച്ച. ഇത് നമുക്ക് റബ്ബർ ഏറ്റവും കൂടുതൽ നമ്മൾ റബ്ബറും തോട്ടത്തിൽ. അതുപോലെ നമുക്ക് ഇവിടെ കുറെ ഉണ്ട്. മുരിങ്ങ ഫ്ലവർ ഹണി എന്ന് പറഞ്ഞ നമ്മുടെ ഇവിടെ പ്രൊഡക്റ്റ് ഉണ്ട്. മുരിങ്ങ തോട്ടത്തില് ഇതുപോലെ തേനീച്ച കൂട് കൊണ്ടുവച്ച് അവിടുന്ന് മുരിങ്ങ തേനീച്ച കളക്ട് ചെയ്ത് എടുക്കുന്നതാണ് മുരിങ്ങ ഫ്ലവർ ഹണി എന്ന് പറയുന്നത്. വൈൽഡ് ഹണി ഉണ്ടോ? വൈൽഡ് കാട്ടുതേൻ? കാട്ടുതേൻ ഇല്ല, അതൊക്കെ കാട് ഏരിയ അല്ലേ? അതെ, ഇത് കൂടുതലും റബ്ബറിന്റെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് കൂർഗ് ഹണി ഫോറസ്റ്റ് കർണാടക സ്റ്റേറ്റിൽ നിന്ന് കൂർഗിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ കാപ്പിത്തോട്ടമാണ് കൃഷി ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ ഫ്ലേവറിലുള്ളതാണ് കൂർഗ് ഹണി എന്ന് പറയുന്നത്. കൂർഗ് ഈസ് ഫേമസ് ഫോർ കോഫി. അപ്പൊ ഇങ്ങനെ ചെറിയ തോതിലൊക്കെ ഇവിടെ മെയിൻ ഏരിയ സാറിന്റെ വീടില്ല അവിടെ? അതെ അതെ അതെ. അതെന്തോ അവിടെ ഒരു ഹോള് പോലൊക്കെ? അല്ല, അത് മെയിനിലിട്ടുണ്ട്. തേനിനെ പറ്റിയും തേനീച്ചയെ പറ്റിയും വളരെ വിലയേറിയ, കൗതുകമേറിയ, വിജ്ഞാനപ്രദമായ വിവരങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറുതേനും വൻതേനും. ചെറിയ തേനീച്ച ശേഖരിക്കുന്നതാണ് ചെറുതേൻ. ഇത് വൻതേനാണ്. വലിയ തേനീച്ചകളാണ് നമുക്ക് കാണുവാൻ സാധിക്കും. കൂട്ടിലേക്ക് തേനുമായിട്ട് കടന്നു വരുന്ന, ശേഖരിക്കുന്ന വൻ തേനീച്ചയാണ്, വലിയ തേനീച്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൻതേനാണ് ഇവിടെ കളക്ട് ചെയ്യുന്നത്. ചെറുതേനാണ് അമൂല്യം, വളരെയധികം വിലയേറിയതാണ്. അത് കുറച്ചേ കിട്ടത്തുള്ളൂ. നമ്മള് പ്രോസസ് ക്രീമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാനിക്കാത്ത ചെയ്യുന്നത്. ഇത് ചെറുതേന്റെ പേര്. ഇത് തേൻ കട്ടയാണ്. ഇത് നമ്മള് പഞ്ചസാരയ്ക്ക് പകരം ചായക്കൊക്കെ ഇട്ട് കുടിക്കാൻ പറ്റും. ഷുഗറിന് ഇതിന്റെ സെറ്റിൽ ചെയ്യുന്ന സാധനമാണ് തേൻ. ഇങ്ങനെ തേൻ കട്ടയാ. ഇതിങ്ങനെ ഊർന്ന് വന്നോണ്ടേയിരിക്കും. ഇതിന്റെ പേര് തേൻ കട്ട എന്നായിരുന്നു. അപ്പൊ ഇത് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ചായക്ക് അതിട്ട് കുടിക്കാനൊക്കെ ഉപയോഗിക്കണം. പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കാം. വിറ്റാമിൻ തേനീച്ചപ്പെട്ടിയായിരുന്നു. ഈ ബീവാക്സ് എങ്ങനെയായിരിക്കും കിട്ടുന്നത്? അത് വീട് മെഡിയം എന്ന് പറഞ്ഞത് തേനീച്ചപ്പെട്ടിക്കകത്ത് കാണാമല്ലോ. ഇതെന്തിനു യൂസ് ചെയ്യുന്നത്? ഒരു നല്ല മെഡിയം
അത് സ്മോക്കറാണ്. സ്മോക്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈച്ച നമ്മൾ വിളിക്കാൻ ചെല്ലുമ്പോൾ ഈച്ച നമ്മളെ ഉപദ്രവിക്കാനൊക്കെ വരത്തില്ലേ, കുത്താനൊക്കെ വരും. നമ്മൾ ഈച്ച പൊടി അടിച്ച് അതിനെ മൈഗ്രേറ്റ് മനസ്സിലായി നമ്മളെ ഉപദ്രവിക്കാൻ വരത്തില്ല. അങ്ങനെ ഈച്ച പെരുക്കാനുള്ള ഒരു സ്മോക്കറാണ്. ആ ചകിരിയൊക്കെ നിറച്ച് പുകയൊക്കെ വിടുമ്പോൾ ഈച്ച അങ്ങ് മാറും. അതെ സാറേ. ഈച്ച സൈഡിൽ പേനയുടെയൊക്കെ ഇങ്ങനെ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കണം കത്തിയാണ്. സീ നൈഫ് എന്ന് പറയും. ഞങ്ങള് നിലയ്ക്കൽ ബി ഹാർഡൻ ഈസ് ദ ബ്രെയിൻ ചൈൽഡ് ഓഫ് ദിസ് ഗ്രേറ്റ് പേഴ്സൺ അനൂപ് സാറാണ്. ഞാൻ ഒരു 3-4 വർഷമായിട്ട് ഇവരുടെ പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. എഞ്ചിനീയർ ആണ്. തേനീച്ചയുടെ പുറകെ നടക്കുക. എന്തോ ഉദ്ദേശം മറ്റൊന്നുമല്ല, ഒരു കൃഷിക്കാരനായിട്ട് തുടങ്ങിയതാണ്. നമുക്ക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഏറ്റവും ഇഷ്ടം കൃഷി തന്നെയാണ് എന്ന് നിലനിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ഒരു കൃഷിക്കാരനായിട്ട് തുടങ്ങി ഇപ്പോൾ ഒരു സംരംഭകനായിട്ട് മാറിയിരിക്കുകയാണ്. അതാണ് മെയിനായിട്ടുള്ള ഒരു പരിപാടി. ചെറിയ രീതിയിലാണ് കൃഷി തുടങ്ങിയത്. എന്നാൽ ഇന്ന് വളരെ നല്ലതായിട്ട് ഒത്തിരി ഉൽപ്പന്നങ്ങളൊക്കെയുള്ള നല്ലൊരു സ്ഥാപനമായിട്ട് നിലയ്ക്കൽ ബി ഗാർഡൻ മാറിയിരിക്കുന്നു. ഞങ്ങൾ നല്ല തേൻ ഉൽപ്പന്നങ്ങളാണ് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. നാടിനും നാട്ടുകാർക്കും ആവശ്യമുള്ളവരെ കൊടുക്കുന്നത്. ഓക്കെ, രമ്യ മാഡം ഇതെല്ലാം പറഞ്ഞായിരുന്നു. സാറ് ഒരു ബഹുമുഖ പ്രതിഭയാണ്. സാറിനെ പരിചയപ്പെടാവോ? എന്റെ പേര് ഡോക്ടർ മനു വർഗീസ്. ഞാൻ കോവിഡ് കാലത്ത് ലോകത്ത് ഏറ്റവും അധികം കോഴ്സുകൾ ചെയ്ത് ഗോൾഡൻ ബുക്ക് സോഫ്റ്റ്വെയർ റെക്കോർഡ് നേടി വേൾഡ് യൂത്ത് ഐക്കൺ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്നത് എൻ്റെ ഒരു കുഞ്ഞ് അനുജനും എൻ്റെ സമീപവാസിയും ഒക്കെയായ അതിനേക്കാളൊക്കെ ഉപരി പ്രിയപ്പെട്ട ഭാരത് ബേബിച്ചാന്റെ മോനെ അനൂപ് ഒരു സംരംഭം തുടങ്ങി. അപ്പം ആ സംരംഭത്തെ പറ്റി ഞാൻ എപ്പോഴും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഫോളോ ചെയ്യാറുണ്ട്. അപ്പൊ അനൂപിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അനൂപ് ആയിരിക്കുന്ന ഏത് മേഖലയിലാണ് അവിടെ പൂർണ്ണമായിട്ട് ഇറ്റ്സ് എ ഹാർഡ് വർക്ക്, ഒറ്റവാക്കി പറഞ്ഞു. അപ്പൊ അത് അനൂപിന്റെ ആ വർക്കുകൾ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന ഇത് ഒരു കൊച്ചു കുട്ടിക്ക് പോലും തേനീച്ചയെ സംബന്ധിച്ചുള്ള A to Z കാര്യങ്ങൾ അനൂപ് ഇവിടെ കൃത്യമായി വിവരിച്ചു നൽകുന്നു. വളരെ നല്ല സ്റ്റാഫുകൾ ഇവിടെയുണ്ട്. ഈ ഒരു സംരംഭത്തിന് എല്ലാവിധമായ ആശംസകളും നേരുകയാണ്. ഈ ഒരു അവസരം എനിക്ക് തന്ന പ്രിയപ്പെട്ട നമ്മുടെ മാത്യൂസ് സാറിനോടുള്ള നന്ദി. എന്റെ പേര് ഡാനിൽ, 6th ക്ലാസ്സിൽ പഠിക്കുന്നു. വാട്ട് ഈസ് യുവർ നെയിം? എന്തോ അംബിഷൻ എന്തുവാ? എന്റെ അംബിഷൻ ആകാനുള്ളത് ഒരു പൈലറ്റ്. പൈലറ്റ്. ഓ മൈ ഗോഡ്. പണ്ട് പൈലറ്റ് ആകാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈസ് ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. ഹിസ് നെയിം ഈസ് വണ്ടർഫുൾ. APJ അബ്ദുൽ കലാം സാറിന്റെ ഫേമസ് ഒരു സ്ലോഗൻ ഉണ്ട്, സ്മോൾ എയിം ഈസ് എ ക്രൈം എന്നാണെന്ന് പറഞ്ഞ്. സ്മോൾ എയിം ഈസ് എ ക്രൈം. ഒക്കെ പറ, സ്മോൾ എയിം ഈസ് എ ക്രൈം. അതാണ് ഇതൊക്കെ ചെയ്യുന്നത്. ചെറിയതായിട്ട് തുടങ്ങിയാണ്, പക്ഷെ അതൊരു വലിയ സംഭവമാവുകയാണ്. അതൊരു വണ്ടർഫുൾ. റോം വാസ് നെവർ ബിൽറ്റ് ഇൻ എ ഡേ എന്നാണ് പറയുന്നത്. ചെറുതായിട്ട് തുടങ്ങി ഇനിയും മൈൽസുകോ ഇവിടെ നിൽക്കരുത്, അത് ഇന്റർനാഷണൽ ലെവലിൽ പോകണം. അതിനുള്ള ആശംസകളെല്ലാം അറിയിക്കുന്നു. ഓക്കെ. പ്രത്യേകിച്ച് നമ്മൾ പഠിപ്പിച്ചത് ഒരു വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് ഞങ്ങളെല്ലാം അറിഞ്ഞതാണ്.
ഇത് തേനീച്ച കുടിക്കുന്ന ട്രാപ്പാണ്. ഇത് ചെറു തേനീച്ചയൊക്കെ വീട്ടിൽ പോട്ട്സുകളില് ചെറിയ വീടിന്റെ സൈഡില് ഒക്കെ ഇരിക്കുന്ന കാണത്തില്ല ചെറിയതായിട്ട്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ പിടിക്കാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇവിടെ ചെറിയൊരു ഹോളുണ്ട്. ഇവിടെ നമ്മുടെ ഒരു ചെറിയ കുപ്പിയുടെ അടപ്പ് ചെറിയൊരു ട്യൂബായിട്ട് കണക്ട് ചെയ്ത് ഇതില് ബന്ധിപ്പിക്കുക. ഇപ്പൊ നമ്മുടെ മീറ്റ് ബോക്സിലാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കുക. അപ്പൊ ഈച്ച ഇതിനകത്ത് കയറും. അത് കാലക്രമേണ ഇതിൽ കയറി അതിനുശേഷം നമുക്ക് ഇതിനകം എന്ന് പറയുന്നത് തടിയാണ്. നമ്മൾ എങ്ങനെയാണ് മീറ്റ് ബോക്സിനകത്ത് ഇരുണ്ട നിരക്ക് സ്ഥലമാണെങ്കിൽ അതുപോലെ തന്നെയാണ് ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് ഇതിനകത്ത് വലിയ ഹാങ് ചെയ്ത് പിന്നെ രാത്രിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ രാത്രിയിൽ നമുക്ക് എടുക്കാവുള്ളൂ. റാണി തേനീച്ച ക്യൂൻ ബി എന്താണ് ശരിക്കും ചെയ്യുന്നത്? തേനീച്ചകളുടെ അമ്മയാണ്. അത് തേനീച്ചകൾക്കുള്ള 3 അംഗങ്ങളാണ്. ക്യൂൻ ബി, വർക്കർ ബി, അത് കഴിഞ്ഞിട്ട് ഡ്രോൺ ബീസ്. അവരെയാണ് 3 അംഗങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ക്യൂൻ ബി, ഡ്രോൺ ബി, വർക്കർ ബി. പക്ഷെ ഇത് ബി ഹൈറാർക്കി എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ തേനീച്ചകളുടെ എല്ലാ പണിയും ചെയ്യുന്നത് വർക്കർ ബീസാണ്. ക്യൂൻ ബി അമ്മയാണെങ്കിലും അമ്മയുടെ വരെ ഒരു ജോലി മുട്ടയിടില്ല. മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കാൻ നമ്മൾ ജോലി മാത്രമേ അമ്മ ചെയ്യുള്ളൂ. ഈ അമ്മയെ സഹായിക്കുന്ന ജോലി എല്ലാം ചെയ്യുന്ന വർക്കർ ബീസാണ്. അപ്പം നമുക്ക് നമ്മുടെ വീട്ടില് ഇപ്പം ഓരോ ജോലീസിന്റെ അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ജോലി വ്യത്യാസമുണ്ട്. അതായത് ഒരു തേനീച്ചയുടെ ആയുസ് 55 ദിവസമാണ്. ഇതൊക്കെ ഒരു തേനീച്ച വളർന്ന് ജനിച്ച് പുറത്തേക്ക് വന്നാൽ ആദ്യത്തെ അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ അത്രയും ദിവസം അവർ ജീവിച്ചിരുന്ന ആ സെല്ല് ക്ലീനിങ് ഫസ്റ്റ് വരും. കൂട്ടിലെ ക്ലീനിങ് പരിപാടി എല്ലാം അവരാണ് ചെയ്യണം. അതെന്തിനാന്ന് വെച്ചാൽ ഈ സെല്ലിനകത്ത് നിന്ന് അടുത്ത റാണിക്ക് വീണ്ടും വന്ന് മുട്ടയിടണം. അതിനുവേണ്ടി ക്ലീനിങ്. സെക്കൻഡ് ആണ് അവർക്ക് ഹൗസ് കീപ്പിംഗ്. ഹൗസ് കീപ്പിംഗ് അല്ല, നേഴ്സിംഗ്. അതായത് ആ കൂട്ടിലെ പ്രായമായ ഈച്ച കാണും, വയസ്സായ കാലൊടിഞ്ഞ ഈച്ചകൾ കാണും, ചിറക് പോയത് കാണും. അവരെ എല്ലാം സംരക്ഷിക്കുന്നവരുണ്ട്. അത് ഒരു ഈ 12 മുതൽ 13 ദിവസം പ്രായമാകുമ്പോൾ ചെയ്യുന്ന പരിപാടി. അതിനുശേഷം 13 തൊട്ട് 20 ദിവസം പ്രായത്തിൽ അവർ ചെയ്യുന്ന പരിപാടി അവരുടെ ശരീരം മെഴുക് ഉൽപ്പാദിപ്പിക്കും. മെഴുക് ഉൽപ്പാദിപ്പിച്ചിട്ട് ആ മെഴുക് വെച്ച് ഇവർ അട നിർമ്മിക്കും. കൂട്ടിന്റെ ആവശ്യമായിട്ടുള്ള മെഴുകിന്റെ കാര്യങ്ങൾ ചെയ്യും. അതാണ് ചെയ്യുന്നത്. അതിനുശേഷം അവർ ചെയ്യുന്നത് ക്യൂവിനെ സംരക്ഷിക്കുന്ന പരിപാടി. ഇതെല്ലാം കഴിഞ്ഞ് അവസാനമാണ് ഇവർ തേനെടുക്കാനാണ്. അവരുടെ ഒരു തേനീച്ചയുടെ അവസാനത്തെ 5 ദിവസം മാത്രമാണ് അവർ തേനെടുക്കുക എന്ന് പറയുന്നത് ജോലി ചെയ്യുന്നത്. അല്ലാതെ തേനെടുപ്പിന്റെ പരിപാടിയോ വേറൊരു പരിപാടിയോ അവർക്കില്ല. അതെന്തുകൊണ്ടാണ്? അല്ല, റാണിക്ക് 5 വർഷമാണ്. ഞാൻ ചോദിക്കാൻ പറ്റുമോ? ക്യൂൻ ബിയുടെ ആയുസ് 5 വർഷം. ഡ്രോൺ ബീസും വർക്കർ ബീസും അപ്രോക്സിമേറ്റ് 50 days. അതല്ലേ ഈ മുട്ടയിട്ട് നമ്മൾ ഒരു ബി റാണി മാത്രം മുട്ടയിടുന്നത്. അതെന്താന്ന് വെച്ചാല് റാണിക്കാണ് ഇണ ചേർന്ന് മുട്ടയിടാനുള്ള കഴിവ്. വർക്കർ ബീസ് ആക്ച്വലി സ്ത്രീയാണ്. സ്ത്രീലിംഗത്തിൽപ്പെടുന്ന ഒരാളാണെങ്കിൽ പോലും വർക്കർ ബീസിന് ബീജസങ്കലനം നടന്ന മുട്ട, അതായത് ഫെർട്ടിലൈസ്ഡ് എഗ്സ് ഇടാനുള്ള കഴിവില്ല. അതാണ് അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള പരിപാടി. അതായത് നമ്മളിപ്പോ കൂട് കൈകാര്യം ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മൾ റാണി ചത്തുപോയെന്ന് വെച്ചു, നമ്മൾ കട തിരിച്ചു വെക്കുമ്പോൾ റാണി ഞെങ്ങി ജനിക്കോ അല്ല അംഗബലം സംഭവിച്ചിട്ട് ചത്തുപോയെന്ന് വെച്ചു. ആ ചത്തുപോയാല് ഇന്ന് 11 മണിക്ക് ഞാൻ കൂട് കൈകാര്യം ചെയ്തപ്പോഴാണ് റാണി ചത്തുപോയതെങ്കിൽ ഈ 10:59 വരെ റാണി ഇട്ട മുട്ടകൾ കിടപ്പുണ്ടായിരുന്നു. അപ്പം ഈ മുട്ടയ്ക്ക് ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്. അതാണ് അവിടെ ആ ഡയഗ്രം കാണിച്ചിരിക്കുന്നത്. എഗ്, ലാർവ, പ്യൂപ്പ. നമ്മൾ പണ്ട് ബട്ടർഫ്ലൈയുടെ പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ മുട്ട 3 ദിവസം മുട്ടയുടെ കിടക്കും. 4th ഡേ അത് ലാർവയാണ്. അപ്പം റാണിയുടെ ആഹാരം എന്ന് പറയുന്ന ഒരു ഫുഡ് റോയൽ ജെല്ലിയാണ്. തേനീച്ചയുടെ റാണി പൂമ്പൊടിയോ തേനോ ഒരു സാധനം കഴിക്കുന്നില്ല. റോയൽ ജെല്ലി എന്ന് പറയുന്ന ഇളം പ്രായത്തിലുള്ള തേനീച്ചയുടെ തലയിൽ നിന്ന് വരുന്ന ഒരു സ്രവമാണ്. അതൊരു മിക്സ് പോലെ ഇരിക്കും, നമുക്ക് കാണാൻ പറ്റുന്ന സാധനമാണ്. ഈ സ്രവം കഴിക്കുന്നതുകൊണ്ടാണ് സാധാരണ ഒരു വേലക്കാരിയായിട്ട് ജനിക്കേണ്ടിയിരുന്ന ലാർവ കൺവേർട്ട് ആയി, അത് ട്രാൻസ്ഫോം ആയിട്ട് റാണിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് 10:59 കൈകാര്യം ചെയ്തപ്പോൾ കൂടുതൽ ഈച്ച റാണി ചത്തുപോയെങ്കിൽ ഈ ലാർവ 3 ദിവസം മുമ്പിട്ട്, ഈ റാണി 3 ദിവസം മുമ്പിട്ട മുട്ട എന്ത് കിടപ്പുണ്ടാവും, അത് ഇന്ന് ലാർവയായിട്ടുണ്ട്. 4th ഡേ അത് ലാർവയാവും. ഈ ലാർവയ്ക്ക് മറ്റുള്ള വേലക്കാരി തേനീച്ചകൾ ഓവറായിട്ട് റോയൽ ജെല്ലി ഫീഡ് ചെയ്യും. നോർമലി ആ റാണിയായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒരു ദിവസമേ ആ ലാർവയ്ക്ക് റോയൽ ജെല്ലി കിട്ടുന്നുള്ളൂ.
പക്ഷെ റാണി ചത്തു എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് വരുമ്പോൾ അതിനകത്തുള്ള ഈ ലാർവകൾക്ക് കൂടുതലായിട്ട് റോൾജില്ലി കൊടുത്തിട്ട് ഇന്ന് റാണിയാണ് കൊണ്ടാണെങ്കിൽ വേലക്കാരിയായി ജനിക്കേണ്ടിയ പുഴുവിനെ അവർ റാണിയാക്കി കൺവേർട്ട് ചെയ്യും. നാച്ചുറലി അവർ ട്രാൻസ്ഫോം ചെയ്തെടുക്കും. അതാണ് അവരുടെ കഴിവ്. അങ്ങനെയാണ് ഇന്ത്യയിൽ റാണി ചത്ത് പോയ പുതിയ റാണിയായിട്ട് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ മനുഷ്യരെങ്ങനെ മനസ്സിലാക്കി ഈ മെക്കാനിസം? ഇതെല്ലാം സയന്റിസ്റ്റ് കണ്ടുപിടിച്ച് പഠിച്ചതാണ്. പിന്നെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഇതെല്ലാം കാണാൻ പറ്റും. ഈ എല്ലാ സംഭവവും നമുക്ക് ലൈവ് കാണാൻ പറ്റും. ഈ കാർഷിക സംസ്കാരം അഗ്രികൾച്ചർ വാസ് ദ ഫസ്റ്റ് ഫോം ഓഫ് സിവിലൈസേഷൻ എന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല. അതെ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ്, ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ, അതായത് സാർ പറഞ്ഞ 5 ദിവസം മാത്രമേ തേനെടുക്കൂ. അതുവരെ ആ കൂട്ടിലെ എല്ലാ പരിപാടി, അതായത് ഒരു തേനീച്ചക്കൂട്ടിൽ 1,00,000 മേലെ ഈച്ചകളാണ്. ഒരു പൊടി നമുക്ക് ആ കൂട്ടി കാണാൻ പറ്റും. അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. അതുകൊണ്ട് അതൊരു വലിയൊരു പ്രിൻസിപ്പിൾ ഇൻ ലൈഫാണ്. നമ്മളൊക്കെ ഈ 8 വയസ്സുള്ള പിള്ളേരെ യൂട്യൂബ് ചാനൽ തുടങ്ങി എനിക്ക് ഇപ്പോൾ 1,00,000 ഉണ്ടാക്കണം അങ്ങനൊന്നും ഇറങ്ങല്ലേ. ദ ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം. നിങ്ങൾ വേണ്ട പ്രിപ്പറേഷൻ എല്ലാം ചെയ്യണം. 55 ദിവസം ആയുസ്സുള്ള ജീവി 50 ദിവസവും പ്രിപ്പറേഷനാണ്. അവസാനത്തെ 5 ദിവസമാണ്, അതായത് 1/11 ആണ്. അത് വേറൊരു സയൻസ് ഉണ്ട്, സോഷ്യൽ സയൻസ് ഉണ്ട്. എന്താന്ന് വെച്ചാല് എന്തായിരിക്കും തേനീച്ച അവരുടെ ജീവിതത്തിന്റെ ഇടയ്ക്കോ ആദ്യമോ തേനെടുക്കാൻ പോകുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? അതെന്താന്ന് വെച്ചാല് തേനീച്ച ഈ കൂട്ടിന്ന് പുറത്തു പോയാൽ ആ തേനീച്ച തിരിച്ച് പെട്ടിക്കകത്ത് വരുന്ന ഒരു ഉറപ്പില്ല. ഒന്നിങ്ങനെ അതിനെ ചെറുതി പിടിക്കാം, പക്ഷികൾ പിടിക്കാം, ഇലയിൽ തട്ടിട്ട് താഴെ വഴി തത്തു പോകാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടാകും. അപ്പം അവർക്ക് ഭക്ഷണം തേടി പോകുന്ന യാത്രയിൽ ചിലപ്പോൾ ഇവരുടെ ജീവിതം തീരുന്നത് അന്തരീക്ഷത്തിലായിരിക്കും. അത് ആദ്യമേ ആവാതിരിക്കാൻ വേണ്ടിയാണ്, അവരുടെ കൂടുതൽ സംരക്ഷിക്കാനാണ് അവർക്ക് ലൈഫിലെ ഏറ്റവും അവസാനത്തെ ജോലിയായിട്ടുള്ളത്. ലാസ്റ്റ് ടാസ്ക് ഇൻ ദ ലൈഫ്. അവിടെ വീണാലും അതൊരു ഗ്ലോറിഫൈഡ് ഡെത്തായിട്ട് അവർ കണക്കാക്കുന്നത്. മധുരം തേടിയുള്ള യാത്രയാണ്. ആൻഡ് തേനാണ് ലോകത്തിലെ ഏറ്റവും ഒരു പ്യുവർ ലിക്വിഡ് ഗോൾഡ്. ഇത് അഴുക്കാകത്തില്ലെന്നാ പറയുന്നത്. പ്യുവർ ഗോൾഡ് ഇതാണെങ്കിൽ ആക്ച്വലി ക്യാരക്ടർ ചേഞ്ചസ് വരും. അതിന്റെ ഒരു ക്യാരക്ടർ ചേഞ്ച് ആണിത്. ഇപ്പോ ക്യാരക്ടർ മാറിയാലും നമുക്ക് ഹണി യൂസ്ഫുൾ ആവും. ഇതാവും തേനാണ്, തേൻ കട്ട. ഒന്നുകിൽ ക്രിസ്റ്റൽ ആവും, അല്ലെ ഫെർമെന്റ് ആയിട്ട് നമ്മുടെ പെപ്സിയുടെ കുപ്പി ഗ്യാസ് ഫോം ചെയ്യുന്ന പോലെ ഫോം ആയിട്ട് ഫെർമെന്റ് ആയിട്ട് 100% യൂസബിൾ ആണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ തന്നെ വടിച്ചെടുത്ത് ബ്രെഡിലോ ഒക്കെ തേച്ച് അങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ചായയിലോ കാപ്പിയിലോ പഞ്ചസാരയ്ക്കോ അങ്ങനെ യൂസ് ചെയ്യാം. ഫ്രിഡ്ജിൽ വെക്കരുത് ഒരിക്കലും. ഫ്രിഡ്ജിൽ വെച്ച് ഇങ്ങനെ ആക്കുന്നത് ആക്ച്വലി നാച്ചുറൽ അല്ല, അതിന്റെ പ്രോപ്പർട്ടീസും ആകും. ഇത് മെൽറ്റ് ചെയ്യണമെങ്കിൽ വെയിലത്തെടുത്ത് വെച്ചാൽ മെൽറ്റ് ആയി. അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. തേൻ ഓവർ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുപോകാനും പാടില്ല, ഓവർ കൂളിംഗിലേക്ക് കൊണ്ടുപോകാനും എപ്പോഴും അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ. തേൻ ഉൽപ്പാദിക്കുവാനായി ഒരു തേനീച്ചയ്ക്ക് 90,000 മൈൽസ്, 1 മൈൽ എന്ന് പറഞ്ഞാൽ എത്ര? 1.5 കിലോമീറ്റർ. അപ്പൊ അത് ഒരു 1.5 ലക്ഷം കിലോമീറ്റർ പറക്കേണ്ടി വരാറുണ്ട്. ഇത് 3 തവണ ഭൂമിയെ സർക്കംനാവിഗേറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. മാഗല്ലനൊക്കെ പണ്ട് ചെയ്തതിന്റെ 3 ടൈമാണ്. ഒരു തേനീച്ചയാന്ന് ഓർക്കണം. ഇതിനായി തേനീച്ചയ്ക്ക് 2 ദശലക്ഷം 2 മില്യൺ പൂക്കൾ സന്ദർശിക്കേണ്ടി വരാറുണ്ട്. ഇതൊക്കെ പ്രപഞ്ചമാണ് ഏറ്റവും വലിയ മിറക്കിൾ എന്ന് പറയുന്നത്. നമ്മള് പിരമിഡോ ബുർജ് ഖലീഫയോ ഒന്നുമല്ല. ഇതിനപ്പുറം ഒന്നും വലിയ മിറക്കിൾ ഒന്നുമില്ല. ഇതിക്കും മേലെ വെക്കാൻ ഒന്നുമില്ല. ഇതൊരു സ്പെഷ്യൽ ഫാക്ട് ആണ്. ഓക്കെ, തിരിച്ചു വരുന്നുണ്ടല്ലോ. ഇതിനൊരു നെയിമിംഗ് കൂടെ ചെയ്തു വെച്ചാൽ കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഓരോ സ്റ്റേജും കംപ്ലീറ്റ് ആവുന്നുണ്ട്. കൊട്ടയിൽ നിന്നും ലാർവയായിട്ട് ട്രാൻസ്ഫോം ആയി മാറി മാറി അതിന്റെ കൈയും കാലും വരുന്നു, അത് വളരുന്നു, അവസാനം അത് ഈച്ചയാണ്. ലാർവയുടെ സ്റ്റേജസ് ആണ് ഇത്. ഇച്ചിരി കംപ്ലീറ്റ് ആവുന്നുണ്ട്, കുറെ കാര്യം കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഈ 5 ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ട്. 5 ദിവസം അതിന്റെ കളക്ഷൻ ആ ഒരു 5 ദിവസം എന്തുമാത്രം ചെയ്യണം? ഈ ഇതിന്റെ വളർന്നുകൂടി അത്രത്തോളം നമുക്ക് പറയാൻ കഴിയില്ല. ഈ പറഞ്ഞ സംഗതി ഒരു തേനീച്ച ഒരു തേനീച്ച
കിട്ടത്തുള്ളൂ. പക്ഷെ ഒരു 1/2 കിലോ. അപ്പൊ ഒരു തേനീച്ച 1/2 കിലോ ഉണ്ടാക്കുമെന്നാണോ? 1/2 കിലോ ഉണ്ടാക്കണമെങ്കിൽ അത്രത്തോളം ഒരു ഹാർഡ് വർക്ക് ചെയ്യണം. ഇതിന്റെ എത്ര ഫ്ലവറുകൾ ഇത് ജിഞ്ചർ ഹണി. ടേസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ആ പറ്റും. വീഡിയോ എടുക്കുന്നുണ്ട്. ആ ഇത് ജിഞ്ചർ. ടേസ്റ്റ് ചെയ്ത ജിഞ്ചർ ഹണിയാണ്. ഇവിടെ നീ ഇന്ന് തീർക്കുന്നു മൊത്തം. ചെറിയ കാന്താരി ഹണി എന്തോ നോക്കട്ടെ. ഇത് രണ്ടും നമുക്ക് ആഡ് ചെയ്യുന്നതാണ്. ജിഞ്ചർ കാന്താരി നമുക്ക് ആഡ് ചെയ്ത് ചെയ്യാം. അതിന്റെ കാന്താരിയുടെ തരി കയറി വെള്ളം തേനിച്ചിലൂടെ ഇത് കാന്താരി ഹണിയാണ്. മതി മതി മതി. സ്പൈസി. ഓ പ്രത്യേകം കൊടുത്തോ അതിനെ പറ്റിയൊക്കെ നമുക്ക് ആക്ച്വലി നമ്മൾ ഇന്ത്യയിലുള്ള ഹണിയുടെ സാമ്പിൾസ് മൊത്തം ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു സാമ്പിൾ കോർണറാണ്. ഇത് നമ്മുടെ മുരിങ്ങ ഹണി. മുരിങ്ങ ഹണി ഇപ്പൊ എല്ലാവരും ചോദിക്കും മുരിങ്ങയ്ക്കായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണോ എന്ന് ചോദിക്കും. ആക്ച്വലി ഇത് മുരിങ്ങയ്ക്കായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നൊന്നുമല്ല. നമ്മുടെ തേനീച്ച പെട്ടി എവിടെയാണോ വെക്കുന്നത് ആ തേനീച്ച ഏത് സോഴ്സിൽ നിന്നാണോ തേൻ എടുക്കുന്നത് അതനുസരിച്ച് തേനിന്റെ ഗുണവും നിറവും മണവും മാറും. അപ്പൊ നമ്മുടെ ഈ തമിഴ്നാട് ഏരിയയിലൊക്കെ മുരിങ്ങ കൃഷി ചെയ്യുന്ന തോട്ടങ്ങളാണ്. അങ്ങനെയുള്ള തോട്ടങ്ങളിൽ വെച്ച് കളക്ട് ചെയ്യുന്ന തേനാണ് മുരിങ്ങപ്പൂവിന്റെ തേൻ. ഇത് ഉണ്ടാക്കിയിരിക്കുന്നതല്ല, നാച്ചുറൽ ഹണിയാണ്. സെയിം രീതിയിൽ നമ്മുടെ കേരളത്തിലെ റബ്ബർ തോട്ടത്തിൽ വെച്ച് ഉണ്ടാക്കുന്നതാണ് കേരള ഹണി. ഇത് ഇപ്പൊ എനിക്ക് തരുന്ന ഇതാണോ ഈ ചെറുതേൻ? സാറ് ചെറുതേൻ മറ്റേ വേറെ യൂസ് ചെയ്യുന്നത്. അത് ചെറുതേൻ അല്ല, അത് എവിടെ നിന്ന് വരുന്നതാണ്? അത് നമ്മുടെ ചെറിയ തേനീച്ച പെട്ടികളുണ്ട്, കുഞ്ഞു പെട്ടികൾ. അപ്പൊ അത് ഫ്ലവറിംഗ് ഫ്ലവറിംഗ് എന്ന് പറയുന്നത് തുളസി, തൊട്ടവാടി പോലെയുള്ള ചെറിയ തെറ്റിപ്പൂക്കളൊക്കെയാണ്. നമ്മളെപ്പോഴും പഠിച്ചേക്കുന്നത് ഹണി ബീസ് ആർ കളക്ടിങ് ഹണി ഫ്രം ഫ്ലവേഴ്സ് എന്നാണ് പഠിച്ചേക്കുന്നത്. പക്ഷേ ഈ ഹണി എല്ലാം ഫ്ലവർ ഹണി അല്ല കൂടുതലും വരുന്നത്. ഈ റബ്ബറിന്റെ തേൻ എപ്പോഴും പ്യുവർ ലീഫ് ഹണിയാണ്. യെസ്, റബ്ബറിന്റെ ഇലയിലാണ് തേൻ. അതുപോലെ മഹാഗണി എന്ന് പറയുന്നത് മരത്തിന്റെ ഇലയിലാണ് തേൻ. മരുതി എന്ന് പറയുന്ന മരത്തിന്റെ ഇലയിലാണ് തേൻ. അങ്ങനെ പലതും വരും. യെസ്, പെരുന്തേനീച്ച നമ്മൾ വളർത്തുന്ന വൻതേനീച്ചകൾക്ക് ചെറിയ പൂവിനകത്തിറങ്ങി തേനെടുക്കാനുള്ള കഴിവില്ല. അവരുടെ ശരീരം വലുപ്പം കൂടുതലാണ്. അതും ചെറുതേനീച്ചകൾ നമ്മൾ ഈ കാണുന്ന ചെറിയ ഫ്ലവർ, ചെറിയ കുഞ്ഞു തേനീച്ച, അതിന്റെ വലുപ്പം കണ്ടില്ലേ? അവര് സോഴ്സ് ഈ തുളസി പോലുള്ള ചെറിയ വീടുമാണ്. അതുകൊണ്ടാണ് ഈ ഫ്ലവർ ഹണിക്ക് മെഡിസിൻ കാര്യം ഉള്ളത്. ചെറുതേൻ മാത്രമേ ഉള്ളൂ ഫ്ലവർ ഹണി. ഫ്ലവർ ഹണി നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും. ഒരു പെട്ടിക്കകത്ത് ചിലപ്പോൾ 200 ഗ്രാം ഒക്കെ ആയിരിക്കും കിട്ടും. ചെറിയ തേനീച്ചകൾ ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ ചെറുതായി വിളിക്കുന്നു. അല്ല, അല്ല, ഒന്ന് ഒത്തിരി കാരണങ്ങളുണ്ട്. ഒന്ന് ചെറിയ തേനീച്ചകളുടെ സോഴ്സ്, രണ്ട് കുറച്ച് തേനേ കിട്ടത്തുള്ളൂ, പിന്നെ ഇതിനെ വളർത്തിയെടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ കുറെ ആക്ച്വലി സ്റ്റിംഗ്ലെസ് ബീസ് എന്നാണ് ഇതിന്റെ ഇംഗ്ലീഷ് പേര്. അപ്പോൾ മലയാളത്തിലുള്ള പേരാണ് ചെറിയ തേനീച്ച. ഓക്കെ, അങ്ങനെ വേണേൽ പറയാം, ചെറിയ തേനീച്ച എന്ന രീതിയിൽ പറയാം. നിലയ്ക്ക് ബി ഗാർഡനിലേക്ക് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തേനിന്റെ മഹത്വകരമായ കാര്യങ്ങളൊക്കെ ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഇതിന്റെ സ്റ്റാഫും ഒക്കെ വളരെ കാര്യങ്ങൾ അറിയാവുന്നതാണ്. നമ്മൾ തിരിച്ചും മറിച്ചും ചോദിച്ചാലും അവര് ഉത്തരവൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു കുട്ടികൾക്ക്? നല്ല അനുഭവമായിരുന്നു ഇത്. സാൻഡ്രിയ, തേൻ ടേസ്റ്റ് ചെയ്തോ? എങ്ങനെ, നല്ല തേനാണോ? തേനിന് മധുരമുണ്ടോ? തേനിന് മധുരമില്ലേ? ഹൗ ഈസ് ഇറ്റ് ജോവാൻ? ജോവാൻ ഈസ് സ്റ്റഡിയിങ് ഇൻ ബംഗളൂരു. അപ്പൊ അവിടെ ചെന്ന് ബാംഗ്ലൂരെ ഫ്രണ്ട്സിനോടൊക്കെ പറയുമോ? നാട്ടിൽ വരുമ്പോ ഇവിടെ വരാൻ പറയണം. മനസ്സിലായല്ലോ? തേൻ ഇഷ്ടമാണോ? ജോവാൻ ചുമയൊക്കെ ഉള്ളു, ചുമക്കൊക്കെ നല്ല മെഡിസിൻ ആയിരിക്കും. പിന്നെ ഷെർവിൻ എങ്ങനെയുണ്ട്? നല്ല സെറ്റപ്പാണ്. പിന്നെ ഞങ്ങളുടെ അനു ഉണ്ട്, വലിയ ഫാഷൻ ഡിസൈനർ ഒക്കെയാണ്. എന്തുകൊണ്ട്, എങ്ങനെയുണ്ട്? നല്ല സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ജിബു ജേക്കബ് കോശി. നല്ല തറോ എക്സ്പ്ലനേഷൻ, എല്ലാ കാര്യങ്ങളുടെയും വളരെ ഡെപ്തിൽ ആൻസേഴ്സ് പറഞ്ഞു. ഞങ്ങളെ പറ്റി എന്നാണ് നിങ്ങളെ പറ്റി ഇത്രയും ഇവരെയും ഞങ്ങളുടെ ഫാം സന്ദർശിക്കാൻ വന്നതിൽ ഒത്തിരി സന്തോഷം. എനിക്ക് വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. എനിക്ക് 3 മാസം കൂടുമ്പോൾ ഇദ്ദേഹത്തിന്റെ വണ്ടി കോഴിക്കോട് പോകുന്ന വണ്ടി അല്ലേ? കോഴിക്കോട് കണ്ണൂരൊക്കെ ഒരു ഒമ്നിമാൻ, ഒമ്നിയിൽ വിട്ടങ്ങ് പോകും. അപ്പൊ എനിക്ക്
ഇതെല്ലാം ഒന്ന് സാധനം സപ്ലൈ ചെയ്യുന്നതാണ്. ഞാനൊരു 3-4 വർഷമായിട്ട് ഇവരുടെ കസ്റ്റമറാണ്. അതുകൊണ്ട് ഇവരുടെ തേൻ നെല്ലിക്കയാണ് സ്പെഷ്യല്. തേൻ നെല്ലിക്ക ഡ്രൈ ആണ് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. അതും ഈ ചെറുതേനുമാണ്. താങ്ക് യു വെരി മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. ഇവിടെ നിൽക്കല്ലേ, ഞങ്ങളുടെ മോട്ടോ നല്ല സ്മോൾ എമീസ് ക്രൈം എന്നാണ്. തീർച്ചയായും. തേനിന്റെ അനുഭവത്തെ പറ്റിയൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ? വളരെ നല്ല അനുഭവമാണ്. സാറിന്റെ ഫീഡ്ബാക്ക് കേട്ടതിൽ വളരെ സന്തോഷം. നിങ്ങളോടൊപ്പം ഉണ്ടാവും, ഞങ്ങളോടൊപ്പം ഉണ്ടാവും. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവരൊക്കെ ജോലി ചെയ്യുന്നത്. അവരുടെ മോഹം വളരെ കാര്യമായിട്ടല്ലാതെ ശമ്പളത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്യുന്നവരല്ല. ദേ ആർ റിയലി ഇൻവോൾവ് ഇൻ. ജിഞ്ചർ ഇട്ട് തന്നെ ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ ഭയങ്കര ഗ്യാസ്, വിട്ടുവിട്ട് വരുന്ന ഛർദി, ഇവിടെ ചുമക്കാരത്തിരി ഉണ്ട്. ചുമക്കുള്ള എന്തെങ്കിലും കൊടുക്കണം. ഇത് നമ്മുടെ BP ബ്ലഡ് പ്രഷർ ടെസ്റ്റാണ്. ഇത് രണ്ട് ഞങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ അങ്ങനെ ഈ വെളുപ്പിനെ നാരങ്ങയ്ക്കകത്ത് പിഴിഞ്ഞ് കുടിക്കണം. അതിനെ പറ്റി അറിയാമോ? ചൂടുവെള്ളം, ഇളം ചൂടുവെള്ളത്തില് ഒരു അരമുറി ചെറുനാരങ്ങ നീരും ഒരു 2-3 സ്പൂൺ തേനും മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ വേറൊരു കാര്യം, നമ്മളൊരു പനി വന്ന് പാരസെറ്റമോളോ ഡോളോയോ കഴിച്ചാൽ ചുമ്മാ ഇരുന്നാൽ പനി മാറും എന്ന് പറയുന്ന പോലെ ചുമ്മാ ഇരുന്ന വണ്ണം കുറയത്തില്ല. ചെറിയ രീതിയിൽ ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കണം. ബേക്കറി ഐറ്റംസ്, ഷുഗറിന്റെ അളവ് മാക്സിമം കട്ട് ചെയ്യണം. എങ്കിലും നമ്മൾ സോ ഇത് കസ്റ്റമേഴ്സിന്റെ ഔട്ട്ലെറ്റ് ആണ്. ഇവിടുന്നാണ് നമുക്ക് വാങ്ങിക്കേണ്ടത് അല്ലേ? അപ്പൊ എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് ഇവിടെ ഉള്ളത്? എളുപ്പം നമുക്ക് ഹണിയുടെ പ്രോഡക്ട്സ് ആണ് എല്ലാം തന്നെ നമ്മുടെ ഈ ഔട്ട്ലെറ്റിൽ ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ഇത് ആക്ച്വലി നമ്മുടെ പ്ലെയിൻ ഹണിയുടെ കോർണറാണ്. ഇവിടെ നമുക്ക് മുരിങ്ങ ഹണിയുണ്ട്. മുരിങ്ങ ഹണി എന്ന് പറയുന്നത് നമ്മുടെ മുരിങ്ങയുടെ തോട്ടത്തിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. തമിഴ്നാട് ഏരിയയിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. നല്ല ടേസ്റ്റ് ഉള്ള, നല്ല കട്ടിയുള്ള, നല്ല രുചിയുള്ളതാണ് മുരിങ്ങ ഹണി. അതേപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനമാണ് ചെറുതേൻ. ഇത് നമ്മുടെ ഫാമിൽ തന്നെ നമ്മൾ ഉത്പാദിപ്പിച്ചിട്ടുള്ള ചെറുതേനാണ്. നമ്മുടെ കഴിഞ്ഞ സീസണിൽ കളക്ട് ചെയ്ത തേനാണിത്. ഇത് നമുക്ക് ഇത് എത്ര ഗ്രാമായത്? 1 കിലോയുടെ ബോട്ടിലാണ്. ഇതിന് എത്ര രൂപയാവില്ല? 2800 ആണ് വില. 2800. 1 കിലോയുടെ ബോട്ടിൽ 2800 ആണ് വില. ഇത് നമുക്ക് ഇത് അവൈലബിൾ ആണ്. ഒത്തിരി ക്വാണ്ടിറ്റി ഇല്ല, വളരെ കുറച്ച് ക്വാണ്ടിറ്റി നമുക്ക് ഇത് അവൈലബിൾ ആണ്. എനിക്ക് തരുന്ന ഒരു നീളമുള്ള കുപ്പിയിലുള്ളതാണല്ലോ. എന്ത് ചെയ്യാം? ബോട്ടിലായിരുന്നു, ബോട്ടിൽ മാറ്റിയിട്ടുണ്ട്. ബോട്ടിൽ മാറ്റിയുള്ളൂ. പക്ഷെ അത് ഇതിന്റെ പകുതിയെ തരുന്നോളന്നാവുന്നത് അല്ലേ? ചെറിയ ബോട്ടിലാണ്. സോ വൻതേനും ചെറുതേനും ഉണ്ട്. പ്രൊഡക്ട്സിന്റെ കോർണറാണ് ഇത്. ആക്ച്വലി നമുക്ക് നിയർലി 20+ ഹണി പ്രൊഡക്ട്സ് ഉണ്ട്. നമുക്ക് ഹണിയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊഡക്ട്സ്. ഇത് ആക്ച്വലി നമ്മുടെ ഹണി അമല അല്ലെങ്കിൽ തേൻ നെല്ലിക്ക. നിങ്ങളൊക്കെ ഈ പഞ്ചസാര ഇട്ട അല്ലെ പഞ്ചസാര കുത്തി നിറച്ച ഭയങ്കരമായിട്ട് നമുക്ക് കഴിച്ചാൽ ചെടിക്കുന്ന തേൻ നെല്ലിക്ക കഴിച്ചിട്ടുണ്ടാവും. ഇത് അങ്ങനെയല്ല. ഇത് നിങ്ങൾക്ക് ഒറ്റ ഇരിപ്പിൽ ഒരു കുപ്പി കഴിച്ചാലും ഒട്ടും ചെടിക്കുകയോ പരവേശം എടുക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യേണ്ടാത്ത രീതിയിലുള്ള തേൻ നെല്ലിക്കയാണ്. ഇത് നമ്മൾ ഏകദേശം 85 ഡേയ്സിന് മുകളിൽ ഇട്ട് വെച്ചെടുക്കുന്ന പ്രൊഡക്റ്റ് ആണ്. ഇതേ തേൻ നെല്ലിക്കയെ നമ്മൾ കൂടുതൽ നാൾ ഇട്ട് വെച്ച് ഡ്രൈ ആക്കി എടുക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഇത്. ഇതാ ഞാൻ സ്ഥിരം വാങ്ങിക്കാറുള്ളത്. തേൻ നെല്ലിക്ക ഡ്രൈ ആണ്. സാർ ഇതിന്റെ ഒരു ഫാനാണ്. എല്ലാ 3 മാസങ്ങളിലും വാങ്ങിക്കുന്ന സാധനം. ഇത് നമുക്ക് കാഷ്യൂ കഴിക്കുന്ന പോലെ സീഡ്ലെസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണ്. അതേപോലെ തന്നെ നമ്മുടെ ബീ പോളൻ എന്ന് പറയുന്നത് നമ്മുടെ തേനീച്ച പെട്ടിക്കകത്ത് കളക്ട് ചെയ്യുന്ന സാധനമാണ്. അതായത് തേനീച്ചകളുടെ ഭക്ഷണമാണ് തേനും പൂമ്പൊടി. ഈ പൂമ്പൊടി എന്ന് പറയുന്നത് നമുക്ക് പ്രോസ്റ്റേറ്റിന്റെ ഉപയോഗങ്ങൾക്ക്, പ്രോസ്റ്റേറ്റ് പോലെയുള്ള വിഷയങ്ങൾ ഒഴിവാക്കാൻ നല്ലതാണ്. അതേപോലെ തന്നെ വിട്ടുവിട്ട് വരുന്ന ക്ഷീണം, ചിലപ്പോൾ ഭയങ്കര ടയർനെസ് ഫീൽ ചെയ്യുവാണെങ്കിൽ വെള്ളത്തിലിട്ട് കുടിക്കാൻ നല്ലതാണ്. ജിമ്മിലൊക്കെ പോകുന്നവർക്ക് പ്രോട്ടീൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ നല്ലതാണ്. അതേപോലെ ഇത് ഒന്നെങ്കിൽ 1 സ്പൂൺ തേൻ എടുത്തിട്ട് അതിനകത്തേക്ക് 1 ടീസ്പൂൺ ബീ പോളൻ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുക. ഒന്നെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. എപ്പോഴും തേനിന്റെ കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് ടേസ്റ്റി ആയിരിക്കുന്നത്. ഇത് നമ്മുടെ ഏറ്റവും പുതിയൊരു പ്രൊഡക്റ്റ് ആണ് ഹണി പിക്കിൾ. ആക്ച്വലി നമ്മളെപ്പോഴും ഹണിയായിട്ട് കണ്ടിട്ടുള്ളൂ. ഇത് ഹണി, ഡേറ്റ്സ്, കിസ്മിസ്, റേസിൻസ് ഒക്കെ ചേർത്ത് ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊഡക്റ്റ് ആണ്. ഇത് ഒത്തിരി സ്വീറ്റി അല്ല, ഒത്തിരി സ്പൈസി അല്ല, രണ്ടിന്റെയും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ. നമുക്ക് ചപ്പാത്തി, ഇഡലി, ദോശയുടെ കൂടെ ഒക്കെ അടിപൊളി സാധനമാണ്.
കഴിക്കാനായിട്ട് സാധനം. ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ തന്നെ പ്രൊഡക്റ്റ് ആണ്. അതിനെത്ര? ഇത് 200. അതേപോലെ തന്നെ ഹണി ബനാന, നമ്മുടെ പഴുത്ത ഏത്തയ്ക്ക തേനിലിട്ട് ഡ്രൈ ആക്കി എടുക്കുന്ന സാധനമാണിത്. പക്ഷെ എന്ത് സാധനം തേനിലിട്ടാലും തേൻ അതിന്റെ നീരിനെ വലിച്ചെടുത്തിട്ട് ഡ്രൈ ആക്കും. അതാണ് ഹണിയുടെ ഒരു പ്രോപ്പർട്ടി. അതുകൊണ്ടാണ് നമ്മൾ ഈ വെറും വയറ്റിലൊക്കെ ഹണി കുടിച്ചാൽ നമുക്ക് വയറ് കുറയുമെന്ന് പറയുന്നതിന്റെ റീസൺ ഡീഹൈഡ്രേഷൻ. ഇത് പുറത്ത് തന്നെ ഇരുന്നോളൂ, ചീത്തയാവും. ഒരു സാധനം നമ്മുടെ ഈ പ്രൊഡക്റ്റിനകത്ത് ഹണി, അംല, അതേപോലെ തന്നെ ജാം, ഈ 2 സാധനം മാത്രമേ ഫ്രിഡ്ജ് വെച്ചാൽ മതി. വേറെ ഒരു പ്രൊഡക്റ്റും ഫ്രിഡ്ജ് വെക്കേണ്ട കാര്യമില്ല. ഈ 2 പ്രൊഡക്റ്റിനകത്തും വാട്ടർ കണ്ടന്റ് കൂടുതലാണ്. കാരണം 2 ഫ്രൂട്ട്സ് ആണ്, അതിനകത്ത് മോയ്സ്ചർ കൂടുതലായതുകൊണ്ട് ഫ്രിഡ്ജ് വെക്കാം. ഇത് ഒരു ക്യാൻഡി ടൈപ്പ് പ്രൊഡക്റ്റ് ആണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം. ഇത് നെക്ടർ ക്രിസ്റ്റൽസ് എന്ന് പറയുന്ന സാധനം. അതായത് പഞ്ചസാര ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യാം. ഹണിയാണ് ഇത്. ആക്ച്വലി ഹണിയുടെ ക്രിസ്റ്റൽ ഫോമിലുള്ള സാധനമാണ്. ഇത് 150 റുപ്പീസേ ഉള്ളൂ. ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം. ചായയിലും കാപ്പിയിലും ഒക്കെ ഓരോ സ്പൂണായിട്ട് ഇട്ട് ഇളക്കി കഴിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഡയബറ്റിക്കാർക്ക് സേഫ്, എല്ലാവരും യൂസ് ചെയ്യാം. പിന്നെ ഇൻസുലിൻ ഒക്കെ എടുക്കുന്നവർ എപ്പോഴും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമേ യൂസ് ചെയ്യാവൂ. അല്ലെങ്കിൽ ചെറിയ അളവിൽ അവർ യൂസ് ചെയ്ത് അവർ ഒന്ന് ട്രയൽ ചെയ്യണം. ഏത് അളവ് വരുമ്പോഴാണ് എനിക്ക് ഷൂട്ട് ചെയ്യുന്നത് എന്നത് സ്വയം മനസ്സിലാക്കിയിട്ട് മാത്രമേ യൂസ് ചെയ്യുക. ഇത് തുളസി പത്രമാണ്. നമുക്ക് ഹൈലി ടോപ്പ് കസ്റ്റമേഴ്സ് ഉള്ള സാധനമാണ്. കൊച്ചു പിള്ളേർ മുതൽ പ്രായമുള്ളവർക്ക് വരെ എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. തേനിനകത്ത് തുളസി, പനിക്കൂർക്ക, ത്രിപ്പല്ലി, ആടലോടകം, കുരുമുളക്, ഏലക്ക, ഗ്രാമ്പു എല്ലാം ഇട്ടെടുത്തേക്കുന്നതാണ്. വിട്ടുവിട്ട് വരുന്ന കഫക്കെട്ട്, തുമ്മല്, ജലദോഷം, മൂക്കൊലിപ്പ്, ഇതിനെല്ലാം ഒരു പരിഹാരമാണ് ഈ സാധനം. ഇത് വരുന്നത് 250 ആണ്. 200 ഗ്രാം. അതെ. അതേപോലെ തന്നെ ഇത് വെളുത്തുള്ളി ഇട്ടത്. ഇത് ആക്ച്വലി നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഒന്നും എസെൻസ് ഓഫ് ഫ്ലേവറോ അല്ല, വെളുത്തുള്ളി തേൻ എന്ന് പറയുന്നത് വെളുത്തുള്ളി തന്നെയാണ്. ഇത് കൊളസ്ട്രോൾ ഉള്ളവർക്ക് നല്ലൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് ഈ ഒരു സാധനം. ഇത് നമ്മുടെ ജാം, ഷുഗറോ അല്ലെ പെക്റ്റിനോ ഒന്നും ചേർക്കാതെ തേനും ഫ്രൂട്ട്സിന്റെ പൾപ്പും മാത്രം ചേർത്തുണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ കുറച്ച് പ്രൊഡക്ട്സ്. അതേപോലെ തന്നെ നമ്മുടെ ബീസ്വാക്സ് വെച്ചുണ്ടാക്കുന്ന സോപ്പും ക്രീമും ഒക്കെ ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. തിരുവല്ലായി വണ്ടി വരുമ്പോ ഈ സാധനം എല്ലാം കൊണ്ടുവരും. പിന്നെ വാങ്ങിക്കണമെങ്കിൽ ഇവിടെ വേണം. അതുപോലെ ഇത് നമ്മുടെ ഹണി അല്ല. ആ പിള്ളേര് വെയിൽ കൊണ്ട് പനി സോപ്പോ? അതെ. എന്തുകൊണ്ടാണ് സോപ്പ്? ബീസ്വാക്സ്, ഗ്ലിസറിൻ, ഹണി. നല്ലതാണോ? നല്ല സോപ്പാണ്. ഞാൻ PS മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അതല്ല, PS-നെക്കാട്ടിലേക്ക് അടിപൊളി. ഇതെന്താ വില? ഇത്രയും സാധനത്തിന് 100 രൂപ. അതെ, അത് ഹാൻഡ്മെയ്ഡ് സോപ്പാണ്. ഈ നേവൊക്കെ 3 ഗുളി കഴിയുമ്പോൾ സോപ്പ് തീരും. അലോവേരയും തേനും ബീസ്വാക്സും ഉണ്ട്. ഈ കളർ കണ്ട് മാറുന്നതിന്റെ കാര്യം എന്തോ? കളർ മാറുന്നതിന്റെ മുൾട്ടാൻ വെട്ടിയാണ്. എന്തോ? മുൾട്ടാൻ വെട്ടി. പൗഡർ ഉണ്ട്, ഒരു പൊടി. സ്മെല് ചെയ്യണം. ഓറഞ്ചിന്റെ എസൻസ് ഇമ്മ്യൂണിറ്റിക്കൊക്കെ നല്ലതാണ്. അമൃതം എന്ന് പറഞ്ഞാൽ ജീവദായകമാണ്. അമല അമൃത. അവന് കൊടുക്കും, ഷെറിന് കൊടുക്കും. കഴിയോളോ? അത് നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് നല്ലതാണ്. അതേപോലെ വിശപ്പുണ്ടാകാൻ, ഗ്യാസിനാണ്. ഒരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തി തുളസി, പെപ്പർ, ഹണി വാങ്ങിക്കാന്ന് വിചാരിച്ചു. തുമ്മലുള്ളവർക്ക് വേണ്ടി, ചുമയുള്ളവർക്ക് വേണ്ടി. പിന്നെ ഇവരുടെ സ്പെഷ്യൽ ഹണി വാക്സ് വെച്ചുള്ള സോപ്പ്, പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആംല ഹണി ഡ്രൈ ആണ്. പിന്നെ ചെറുത്, അതിനൊക്കെ വളരെ കോസ്റ്റ്ലി ആണ്. 1400 രൂപയാണ് ഈ അര. ഇതിനകത്ത് 500 ഗ്രാം. പക്ഷെ പറഞ്ഞല്ലോ, ചെറുതേൻ കിട്ടുന്ന ആ പ്രോസസ് ഒക്കെ ഒത്തിരി TDS ആണ്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നല്ല കസ്റ്റമേഴ്സ് ആയിട്ട് ഞങ്ങള് പോവുകയാണ്. ഇപ്പൊ ഞങ്ങളുടെ ഒരു 1.5 മണിക്കൂറത്തെ വിസിറ്റ് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഇഷ്ടം പോലെ തേൻ പ്രൊഡക്ട്സും ഒക്കെ വാങ്ങിച്ചു. ഇനി ഞങ്ങളുടെ ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ കൂട്ടുമെന്നാണ് അനൂപ് സാർ പറഞ്ഞിരിക്കുന്നത്. വിശ്വഭാരതി സ്റ്റഡി സർക്കിളിന്റെ എല്ലാവിധ ആശംസകളും ഇവർക്ക് നേരുന്നു. ഞങ്ങളുടെ ഒരു കാർഡും ഉണ്ട്. അബ്ദുൽ കലാം സാറിന്റെ ആസ് എ യങ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ആംഡ് വിത്ത് ടെക്നോളജി, നോളജ് ആൻഡ് ലവ് ഫോർ മൈ നേഷൻ ഐ റിയലൈസ്. കൊച്ചു പിള്ളേര് വരെ തകർക്കുകയാണ്. സ്മോൾ എയിം ഈസ് എ, പറഞ്ഞേടാ, സ്മോൾ എയിം ഈസ് എ ക്രൈം. പറ, സ്മോൾ എയിം ഈസ് എ. അതുകൊണ്ട് സോങ് ഓഫ് യൂത്ത് ആണ്.
വിശ്വഭാരതിയുടെ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. നമുക്ക് ഇനിയും കാണാം. ഇനിയും ഒത്തിരി കാര്യങ്ങളിൽ ഇടപെടാനുണ്ട്. എക്സ്പീരിയൻസ് ഞങ്ങൾ തിരുവല്ലയിൽ നിന്ന് ഞാനും ബ്രദറും സിസ്റ്ററും അവരുടെ ഫാമിലീസും എല്ലാം വന്നു. നല്ല ഇദ്ദേഹത്തെ പറ്റി ഞാൻ 4 വർഷമായിട്ട് ഇവരുടെ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പുതുമയായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. ജെനുവിൻ ആണ്. അതുകൊണ്ടാണ് തിരുവല്ലയിൽ നിന്ന് 54 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇവിടെ വരെ വന്നത് തന്നെ അതിന് വേണ്ടിയാണ്. ഇവരോടൊക്കെ ചോദിച്ചു. ഇവരൊക്കെ സൈബർ സ്പേസിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്. അവർക്ക് വേണ്ടിയാണ്. എങ്ങനെയുണ്ടായിരുന്നു പറയോ? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് എപ്പോഴും തെങ്ങിൽ വാങ്ങിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു പ്ലാൻ ഉള്ളതാണ്. പക്ഷെ എപ്പോഴും നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഒരു ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെനുവിൻ ആണോ ഇല്ലയോ. എപ്പോഴും നമുക്ക് ജെനുവിൻ പ്രോഡക്ട്സ്, കാരണം കൊച്ചു കുട്ടികളാണ് ഉള്ളത്. ജെനുവിൻ പ്രോഡക്ട്സ് കൊടുക്കണമെന്നുള്ളത് വന്ന ദിവസം തന്നെ ഇത് പറഞ്ഞപ്പോൾ തന്നെ എന്തായാലും പറഞ്ഞതെന്നുള്ളത് തീരുമാനിച്ചതുമാണ്. സന്തോഷം വന്നു, കണ്ട് ഇടാതെ രക്ഷപ്പെട്ടു. അങ്ങനെ ഏകദേശം ഒരു 2 മണിക്കൂർ അവിടെ ചെലവഴിച്ചതിന് ശേഷം തേനൂറുന്ന സ്വാദ് ഏറുന്ന അറിവുകളും അനുഭവങ്ങളുമായി തേനും തേൻ പ്രൊഡക്ട്സുമായിട്ട് ഞങ്ങൾ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണ്. അനൂപ് സാറിനും മറ്റ് എല്ലാവർക്കും ഇവരുടെ ഈ സംരംഭത്തിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സന്തോഷത്തോടെ ഞങ്ങൾ മടങ്ങിപ്പോകുന്നു. ഞങ്ങൾ പോവുകയാണ്. വീണ്ടും സന്ധിപ്പും വരേക്കും വണക്കം. താങ്ക് യു.